കഴിഞ്ഞ കുറച്ചു കാലമായി ബ്രിട്ടനിലെ മാധ്യമങ്ങളിൽ നിറയുന്ന ചർച്ചകൾ ഇന്ത്യയിൽ നിന്ന് കവർന്ന അമൂല്യ വസ്തുക്കൾ ഇന്ത്യക്ക് തിരിച്ചു നൽകണം എന്നതാണ്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത വസ്തുക്കളുടെ വിലമതിക്കാനാവാത്ത ശേഖരമുണ്ട്. അതിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടമലങ്കരിക്കുന്ന കോഹിനൂർ രത്നം മുതൽ ഭാരതീയ പൈതൃകത്തിലെ വിലമതിക്കാനാവാത്ത ശില്പങ്ങൾ വരെയുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, മാധ്യമപ്രവർത്തകർ, പാർലമെൻറ്റ് അംഗങ്ങൾ തുടങ്ങി പലരും ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ ഇന്ത്യക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ചരിത്രത്തിലെ ഒരു വലിയ തെറ്റ് തിരുത്താനുള്ള സമയമാണിത്. ഇന്ത്യയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട മുതൽ ഇന്ത്യക്ക് തന്നെ തിരിച്ചു നൽകണം അവർ പറയുന്നു. കുറച്ചു കാലം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെ ഞെട്ടിക്കുന്ന അമൂല്യമായ സ്വർണ്ണ രത്നശേഖരം ഇന്ത്യക്കുണ്ടായിരുന്നു. നമ്മുടെ സമ്പന്നമായ പൈതൃകമാണ് ഇത് വെളിവാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടൻ കൊള്ള ചെയ്തുകൊണ്ട് പോയ അസംഖ്യം വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ചിലതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കോഹിനൂർ വജ്രം, ടിപ്പു സുൽത്താൻ്റെ വാൾ, മഹാരാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ, നൂറുകണക്കിന് പുരാതന ശില്പങ്ങൾ എല്ലാം എങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോയി? എന്തിനായിരുന്നു ഈ കൊള്ള? നമസ്കാരം. ഇത് വെറും പഴയ കഥയല്ല. നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാതെ പോയ സമ്പന്ന ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം. നമ്മുടെ സമ്പത്ത് മാത്രമല്ല, അതിനൊപ്പം നമ്മുടെ അഭിമാനവും കൂടിയാണ് നമുക്ക് നഷ്ടമായത് എന്ന് ഇന്ത്യക്കാർ വൈകിയെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. കോഹിനൂർ അർത്ഥം പ്രകാശത്തിൻ്റെ പർവ്വതം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വിവാദം പേറുന്നതുമായ ഒരു വജ്രമാണ് കോഹിനൂർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഗോൽക്കൊണ്ടയിലെ പ്രശസ്തമായ ഖനികളിൽ നിന്നാണ് ഇത് ലഭിച്ചത്. മുഗൾ ചക്രവർത്തിമാരുടെ, പേർഷ്യൻ രാജാക്കന്മാരുടെ, സിഖ് ഭരണാധികാരികളുടെ ഒക്കെ കിരീടങ്ങൾ അലങ്കരിച്ചിരുന്ന ഈ വജ്രം എങ്ങനെയാണ് ബ്രിട്ടീഷുകാരിൽ എത്തിച്ചേർന്നത്? 1849 സിഖ് സാമ്രാജ്യത്തിനെതിരെ ആയി നടന്ന യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടീഷുകാർ പഞ്ചാബ് പ്രദേശം തങ്ങളുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. കേവലം 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അന്നത്തെ യുവരാജാവായിരുന്ന ദുലീപ് സിംഗ് ലാഹോർ ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർബന്ധിതനാവുകയും അതിലൂടെ കോഹിനൂർ രത്നം ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറുകയും ചെയ്തു. ഇന്ന് 105 കാരറ്റ് തൂക്കമുള്ള ഈ വജ്രം ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിൽ ബ്രിട്ടീഷ് കിരീടാഭരണങ്ങളിൽ ഉൾപ്പെടുത്തി കർശനമായ സുരക്ഷയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ മൂല്യം ഏകദേശം 400 ദശലക്ഷം US$ലധികം വരും എന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇന്ത്യക്ക് കോഹിനൂർ പണത്തിൻ്റെ മൂല്യം കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കുന്ന ഒന്നല്ല. നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ്. അമരാവതി മാർബിൾസ് അല്ലെങ്കിൽ അമരാവതി ശില്പങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ബൗദ്ധ പൈതൃകങ്ങളിലൊന്നാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലെ പുരാതന സ്തൂപത്തിൽ നിന്ന് ഏകദേശം 2000 വർഷത്തിനു മുമ്പ് കുത്തി എടുത്ത ഈ ശില്പങ്ങൾ ബുദ്ധൻ്റെ ജീവിതകഥകളും പുരാതന ഇന്ത്യയുടെ ആത്മീയമായ മഹത്വവും പറഞ്ഞു പോകുന്നവയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1800കളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ ശില്പങ്ങൾ പുരാവസ്തു പഠനത്തിൻ്റെ പേരിൽ പുറത്തെടുത്ത് മൗനമായി ലണ്ടനിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ഈ ശില്പങ്ങളിൽ നൂറുകണക്കിനെണ്ണം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദ അമരാവതി കളക്ഷൻസ് എന്ന പേരിൽ. സുൽത്താൻഗഞ്ച് ബുദ്ധൻ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ പുരാതന വിഗ്രഹങ്ങളിലൊന്നാണ്. ക്രിസ്തുവർഷം 6-7 നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ച ഈ വൻ വെങ്കല പ്രതിമ. ഇതിന് 7 അടി ഉയരവും ഏകദേശം 500 കിലോഗ്രാം ഭാരവുമുണ്ട്. ഭഗൽപൂരിന് സമീപം ഇന്നത്തെ ബീഹാറിൽ നിന്ന് 1800കളുടെ മധ്യത്തിലാണ് ഇത് കണ്ടെത്തിയത്. ധ്യാനലീനനായ സമാധാനത്തിൻ്റെ പ്രതീകമായ ഈ ബുദ്ധശില്പം ഇന്ത്യയുടെ പുരാതന കലാശൈലിയുടെ മഹത്വം വിളിച്ചോതുന്നു. പക്ഷേ കണ്ടെത്തിയതിന് പിന്നാലെ ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന EB ഹാരിസ് അതിനെ തൻ്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറ്റി അയച്ചു. അതിനുശേഷം ഈ അതുല്യ പ്രതിമ ഒരിക്കലും ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടില്ല. ഇന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാം മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയിൽ ഈ ബുദ്ധപ്രതിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആയിരങ്ങൾ അത് കാണാനെത്തുന്നുണ്ട്. പക്ഷേ അതിന് ജീവൻ നൽകിയ ദേശത്തു നിന്നും അത് അകന്നുപോയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ച അനവധി നിധികളിൽ ഏറ്റവും പ്രശസ്തമായത് മൈസൂരിൻ്റെ കടുവയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ സമ്പത്തുക്കളാണ്. 1799 ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ശ്രീരംഗപട്ടണത്തെ സംരക്ഷിക്കുമ്പോൾ ടിപ്പു വീണു. അതിനുശേഷം ബ്രിട്ടീഷ് സൈന്യം ടിപ്പുവിൻ്റെ കൊട്ടാരം കൊള്ളയടിക്കുകയും ടിപ്പുവിൻ്റെ വാൾ, സ്വർണ്ണ സിംഹാസനം, കടുവയുടെ ആകൃതിയിലുള്ള തോക്കുകൾ, കവചം, വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ എന്നിവയെല്ലാം എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ടിപ്പുവിൻ്റെ വാൾ പിന്നീട് ബ്രിട്ടനിലെ ഒരു സ്വകാര്യ ശേഖരത്തിലെത്തി. ടിപ്പുവിൻ്റെ അമൂല്യമായ വസ്തുക്കളിൽ പലതും ലക്ഷക്കണക്കിന് പൗണ്ട് വിലയ്ക്ക് ലേലത്തിൽ വിറ്റുപോയി. ഇന്ന് ടിപ്പു സുൽത്താൻ്റെ അനേകം വിലപ്പെട്ട വസ്തുക്കൾ ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഉൾപ്പെടെ UK മ്യൂസിയങ്ങളിലെയും സ്വകാര്യ ശേഖരങ്ങളിലെയും പുരാവസ്തുക്കളാണ്.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നെടുത്ത മുഗൾ സാമ്രാജ്യത്തിൻ്റെ നിധികളിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ് ഷാജഹാൻ്റെ വൈൻ കപ്പ്. 1640 ശുദ്ധമായ വെള്ള ജേഡ് കല്ലിൽ കൊത്തിയെടുത്ത ഈ കപ്പ് താജ്മഹൽ പണിത അതേ ചക്രവർത്തിയായ ഷാജഹാൻ്റേതായിരുന്നു. അര തുറന്ന താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ഈ കപ്പ് വിശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായി മുഗൾ രാജസദസ്സിനെ അലങ്കരിച്ചു. എന്നാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള കലാപകാലത്ത് ഈ കപ്പ് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് എത്തി. ഇന്ന് ഈ അമൂല്യ കലാസൃഷ്ടി ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ മുഗൾ ഇന്ത്യ എന്ന പേരിൽ അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പഞ്ചാബിൻ്റെ സിംഹമായ മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സ്വർണ്ണ സിംഹാസനം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ കലാസൃഷ്ടികളിൽ ഒന്നാണ്. 1820 പ്രശസ്ത കരകൗശല വിദഗ്ധനായിരുന്ന ഹാഫിസ് മുഹമ്മദ് മുൽത്താനിയാണ് ഈ സിംഹാസനം ശുദ്ധ സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ചത്. അഷ്ടഭുജ ആകാരത്തിലുള്ള ഈ സിംഹാസനം ലോകോത്തരമായ ഒരു കലാസൃഷ്ടിയാണ്. ലാഹോറിലെ രാജസഭയിൽ ഒരിക്കൽ ഈ സിംഹാസനം അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ധൈര്യത്തോടും നീതിയോടും അഭിമാനത്തോടും കൂടി രാജ്യം ഭരിച്ചിരുന്ന രഞ്ജിത് സിംഗ് അതിലിരുന്ന് മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം 1849 ബ്രിട്ടീഷുകാർ പഞ്ചാബ് പിടിച്ചടക്കിയപ്പോൾ കോഹിനൂർ രത്നത്തോടൊപ്പം ഈ സിംഹാസനവും കൊള്ളയടിച്ചു. അതിനുശേഷം ഈ സിംഹാസനം ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. ഇന്നത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ സൗത്ത് ഏഷ്യ കളക്ഷൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശിവൻ്റെ കണ്ണ് എന്നറിയപ്പെട്ടിരുന്ന നാസിക് ഡയമണ്ട് ഇന്ത്യയുടെ ഏറ്റവും വിശുദ്ധവും അതുല്യവുമായ രത്നങ്ങളിലൊന്നായിരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിന് സമീപമുള്ള ത്രയംബകേശ്വർ ക്ഷേത്രത്തിലെ ശിവവിഗ്രഹത്തിൻ്റെ അലങ്കാരമായിരുന്നു ഈ അമൂല്യ രത്നം. 1000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഡയമണ്ട് 1818 മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കവർന്നെടുത്തു. ഒരു ക്ഷേത്രത്തിലെ ദൈവിക നിധിയിൽ നിന്ന് ബ്രിട്ടീഷ് ആഡംബരത്തിൻ്റെ പ്രതീകമായി തീർന്നു ഈ രത്നം. ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകവും അപമാനകരവുമാണ്. ഇന്ന് നാസിക് ഡയമണ്ട് വീണ്ടും കട്ട് ചെയ്യപ്പെട്ട് പലവരും പോളിഷിങ്ങിന് വിധേയമായി അമേരിക്കയിലെ സ്വകാര്യ ഉടമസ്ഥതയിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് കവർന്നെടുത്ത അനേകം വിശുദ്ധ നിധികളിൽ രാജ്യത്തിൻ്റെ ആത്മാവിനെ ആകെ വേദനിപ്പിക്കുന്ന ഒന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള 12-ാം നൂറ്റാണ്ടിലെ സരസ്വതി ദേവിയുടെ വിഗ്രഹം. ജ്ഞാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ദേവതയായി ശുദ്ധ വെങ്കലത്തിൽ നിർമ്മിച്ച ഈ അതുല്യ പ്രതിമ ഒരിക്കൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെട്ടിരുന്നു. എന്നാൽ കൊളോണിയൽ ഭരണകാലത്ത് ഈ പ്രതിമ ക്ഷേത്രത്തിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും ഈ അമൂല്യ വിഗ്രഹം ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്ത്യൻ ആർട്ടിഫാക്റ്റ് എന്ന ലേബലിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. താന്ത്രിക ഗണപതി വിഗ്രഹം ഇന്ത്യയിലെ ഏറ്റവും അപൂർവവും രഹസ്യാത്മകവുമായ പുരാതന ശില്പങ്ങളിലൊന്നാണ്. 10-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഈ വിഗ്രഹം കിഴക്കൻ ഇന്ത്യയിൽ കണ്ടെത്തിയതും താന്ത്രിക ആചാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ആത്മീയ പ്രതീകം കൂടിയാണ്. കൊളോണിയൽ കാലത്ത് ഈ താന്ത്രിക ഗണപതി വിഗ്രഹം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്നതൊരു സാധാരണ ചരിത്ര വസ്തുവായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഹാരപ്പൻ മുദ്രകൾ ഇന്ത്യയിൽ നിന്ന് കവർന്നെടുത്ത ഏറ്റവും പഴയ നിധികളിലൊന്നാണ്. അവ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അതുല്യമായ കല്ലുകളാണ്. ഏകദേശം 4000 വർഷത്തിന് മുമ്പ് കൊത്തിയെടുത്ത ഈ മുദ്രകളിൽ രഹസ്യങ്ങളായ ചിഹ്നങ്ങളും മൃഗങ്ങളുടെ രൂപങ്ങളും ചിത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ഖനനത്തിൽ നിരവധി ഹാരപ്പൻ മുദ്രകൾ കണ്ടെടുക്കുകയും അവ ലണ്ടനിലേക്ക് പഠനത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഇത് തിരിച്ചു വന്നിട്ടില്ല. ഇതും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുളു വേസ് എന്നത് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഏകദേശം 2000 വർഷം പഴക്കമുള്ള അതുല്യമായ ഒരു പുരാതന കലാസൃഷ്ടിയാണ്. വെങ്കലത്തിൽ നിർമ്മിച്ച ഈ വേസിൽ ദേവന്മാരുടെയും മൃഗങ്ങളുടെയും പൗരാണിക ദൃശ്യങ്ങളുടെയും മനോഹരമായ കൊത്തുപണികൾ കാണാം. അമൂല്യമായ ഈ പാത്രം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ എടുത്ത് കൊണ്ടുപോവുകയും അതിന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പുരാതന ഭാരതത്തിൻ്റെ ശില്പകലയുടെ അതുല്യമായ ഉദാഹരണങ്ങളാണ് ക്ഷേത്രരഥങ്ങളിൽ നിന്നും ഇളക്കിയെടുത്തിട്ടുള്ള മരപ്പാളികൾ. ഒഡീഷയിൽ നിന്നുള്ളതും ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നതുമായ കൊത്തുപണികളോടുകൂടിയ മരപ്പലകകൾ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ രഥങ്ങളെ അലങ്കരിക്കുന്നവയായിരുന്നു. ഈ ഓരോ പാളിയിലും ദേവന്മാരുടെയും യോദ്ധാക്കന്മാരുടെയും ചിത്രങ്ങളും പുരാണ കഥകളും ആലേഖനം ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കലാസൃഷ്ടികൾ കലാസാമ്പിളുകൾ എന്ന പേരിൽ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും അവ ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു.
ചോള വംശകാലത്തെ വെങ്കല ശില്പങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കലാനിധികളിലൊന്നാണ്. ഏകദേശം 1000 വർഷത്തിനു മുമ്പ് തമിഴ്നാട്ടിലെ മഹത്തായ ചോള സാമ്രാജ്യകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണിത്. നടരാജ, ശിവൻ, പാർവതി, വിഷ്ണു തുടങ്ങിയവരുടെ അതുല്യമായ വെങ്കല പ്രതിമകൾ ബ്രിട്ടീഷുകാർ തമിഴ്നാട്ടിൽ നിന്നും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി ഇന്ന് ബ്രിട്ടീഷ് ശേഖരങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. മയൂര സിംഹാസനം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള കലാസൃഷ്ടികളിലൊന്നാണ്. താജ്മഹൽ പണിത മുഗൾ ചക്രവർത്തി ഷാജഹാനാണ് ഇത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത്. സ്വർണം, വജ്രം, മരതകം, മാണിക്യം, മുത്തുകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരുന്ന ഈ സിംഹാസനത്തിൻ്റെ ഭംഗി അതുല്യമാണ്. 2 സ്വർണ്ണ മയിലുകൾ അതിൻ്റെ പിന്നിൽ രത്നക്കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച് നിൽക്കുന്നതിനാൽ അതിന് മയൂര സിംഹാസനം എന്ന പേര് ലഭിച്ചു. പിന്നീട് വിദേശാക്രമണത്തിൽ ഈ മയൂര സിംഹാസനവും കവർന്നെടുക്കപ്പെട്ടു. ഇതിലെ അനേകം രത്നങ്ങളും ഭാഗങ്ങളും പിന്നീട് ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. കൊച്ചിയിലെ പ്രശസ്തമായ മട്ടാഞ്ചേരി കൊട്ടാരത്തിൻ്റെ മനോഹരമായ മേൽക്കൂരകളിലെ മനോഹരമായ കലാസൃഷ്ടികൾ ബ്രിട്ടീഷുകാർ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അതുല്യമായ കൊത്തുപണികളും രാമായണം, മഹാഭാരതം തുടങ്ങിയ ഹിന്ദു ഇതിഹാസത്തിലെ ദൃശ്യങ്ങളും പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരച്ചു ചേർത്തിട്ടുള്ള ഈ മേൽക്കൂരകൾ കേരളത്തിൻ്റെ രാജകീയ ശില്പശൈലിയുടെയും സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ്. എന്നാൽ കൊളോണിയൽ കാലത്ത് ഈ മേൽക്കൂരകളിലെ പാനലുകൾ പലതും അഴിച്ചെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും ഇന്ന് ഈ അമൂല്യനിധി ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്കാർ കോണകം ഉടുത്ത് നടന്നിരുന്ന പ്രാകൃതരായിരുന്നു എന്ന് പറയുന്നവർ ചരിത്രത്തിലേക്ക് അല്പം കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും അരങ്ങുവാഴുന്ന ഈ ലോകത്ത് കള്ളങ്ങൾക്ക് അധികം ആയുസ്സില്ല എന്നോർക്കുക.